ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നോമ്പിൻ്റെ 13-ാം ദിവസമായ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 19-ഉം 20-ഉം വാക്യങ്ങൾ. വിശുദ്ധ മത്തായി 6-ാം അധ്യായം 19-ഉം 20-ഉം വാക്യങ്ങൾ. പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചു കൊള്ളുകയും. ഒരു പാൽക്കാരൻ്റെ കഥ കേട്ടിട്ടുണ്ട്. വിവാഹപ്രായമായ മകളുള്ള ഒരു പാൽക്കാരൻ. ആ മനുഷ്യൻ്റെ ഏറ്റവും വലിയ സ്വപ്നം തൻ്റെ മകളുടെ വിവാഹത്തെക്കുറിച്ചായിരുന്നു. ഈ മനുഷ്യൻ ഒരു പുഴ കടന്നാണ് അക്കരെ എത്തിയാണ് പാല് വിറ്റുകൊണ്ടിരുന്നത്. ഈ പുഴ കടക്കുമ്പോഴൊക്കെയും ഈ മനുഷ്യൻ ഈ പുഴയിൽ നിന്ന് വെള്ളം കോരി ഈ പാലിനകത്തൊഴിച്ച് അങ്ങനെയാണ് ഈ മനുഷ്യൻ സമ്പാദിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ മകളുടെ വിവാഹം എല്ലാം ഉറപ്പിച്ചു. ഈ മനുഷ്യൻ മകൾക്ക് ആവശ്യമായിട്ടുള്ള സ്വർണ്ണാഭരണങ്ങൾ അക്കരെ നിന്ന് വാങ്ങി തോണി കടന്ന് ഇക്കരെ വരാനായിട്ട് ഒരുങ്ങിയപ്പോൾ കാറ്റും മഴയും ഉണ്ടായി. തോണി മറിഞ്ഞ് ഈ മനുഷ്യൻ്റെ കയ്യിലുണ്ടായിരുന്ന ആഭരണങ്ങൾ മുഴുവനായി നഷ്ടപ്പെട്ടു പോയി. ആ പുഴയിൽ നിന്നെടുത്തത് പുഴയിലേക്ക് തന്നെ തിരിച്ചുപോയി എന്ന് പറഞ്ഞതുപോലെ ആ മനുഷ്യൻ സമ്പാദിച്ചതൊക്കെയും ആ പുഴയിൽ നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാകും. അവിടെയാണ് ക്രിസ്തു പറയുന്ന പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന സമ്പാദ്യത്തെക്കുറിച്ച് പറയുന്നത്. അങ്ങനെയാണോ നാം ക്രിസ്ത്യാനികൾ ചിന്തിക്കേണ്ടത്? നമ്മുടെ നിക്ഷേപം സ്വർഗത്തിലായിരിക്കണം. നമ്മുടെ കണ്ണ് സ്വർഗത്തിലേക്കായിരിക്കണം. ഒരു ക്രിസ്ത്യാനിയുടെ നിക്ഷേപം എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. ക്രിസ്തു അല്ലാതെ യാതൊരു സമ്പത്തും ഒരു ക്രിസ്ത്യാനിക്ക് ഉണ്ടാകേണ്ടതല്ല. ഈ 50 നൊയമ്പിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താണ് ഒരു ക്രിസ്ത്യാനിയുടെ ദൗത്യം? ക്രിസ്തു എന്ന തലയോളം വളരുക എന്നതാണ് ഓരോ ക്രിസ്ത്യാനിയുടെയും ദൗത്യം. ഈ നോമ്പുകാലം അതിനുള്ളൊരു പരിശീലനമാണ്. സൈക്കോളജിയിൽ ഒരു ടേം കേട്ടിട്ടുണ്ട്, 21 days ഓഫ് ഹാബിറ്റ് ചേഞ്ച് എന്ന്. അതായത് 21 ദിവസം നമുക്കൊരു ശീലത്തെ വളർത്തിയെടുക്കാനായിട്ട് കഴിയും. 21 ദിവസം നാം അനുവർത്തിക്കുന്ന ഒരു ശീലം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരും. അല്ലെങ്കിൽ ഒരു ശീലക്കേട് ഒഴിവാക്കുവാനായി 21 ദിവസം നാം ശ്രമിച്ചാൽ അത് ഒഴിവാക്കാനായി കഴിയും എന്ന് പറയപ്പെടുന്നു. അങ്ങനെ വരുമ്പോൾ 21 അല്ല 50 ദിവസത്തെ ഒരു ശീലം നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് കഴിയുന്ന ഒരു 50 ദിവസമാണ് നോമ്പെന്ന് പറയുന്നത്. ക്രിസ്തു എന്ന തലയോളം വളരുവാനുള്ള ഒരു പരിശീലനം ആണ് ഈ നോമ്പുകാലം. നോമ്പ് എന്നത് കേവലം ഭക്ഷണം ഉപേക്ഷിക്കുന്നതോ ഇറച്ചിയും മീനും മാത്രം ഉപേക്ഷിക്കുന്നതോ ആയി തീരാതെ കർത്താവിൻ്റെ പരിത്യാഗം, സ്വർഗീയനായ പിതാവ് സകലവും ഇട്ടെറിഞ്ഞ് നമുക്കായി ഈ ഭൂമിയിൽ അവതരിച്ചു എന്നതിൻ്റെ ഓർമ്മയും അതിൻ്റെ പരിത്യാഗത്തിൻ്റെ അടയാളമായി അതിനെ അനുകരിക്കുന്നവരായി നോമ്പിനെ മാറ്റുകയാണ് നാം ചെയ്യേണ്ടത്. നാം നമ്മുടെ നിത്യജീവിതത്തിൽ ഓരോ പ്രവർത്തനങ്ങളിലും ക്രിസ്തുവിനെ അനുകരിക്കുന്നവരായി തീരുമ്പോഴാണ് നമ്മുടെ ഈ നോമ്പ് അർത്ഥവത്തായി തീരുന്നത്. ചെറിയ കാര്യങ്ങളെ നമ്മുടെ കൂട്ടായിരിക്കുന്നവർക്ക് ഒരു നോട്ടത്തിലോ ഒരു സ്പർശനത്തിലോ ഒരു പുഞ്ചിരിയിൽ പോലും ദൈവത്തെ പകർന്നു കൊടുക്കുമ്പോഴാണ് ഈ നോമ്പ് അർത്ഥവത്തായി തീരുന്നത്. നാം ഇറച്ചിയും മീനും ഒക്കെ ഉപേക്ഷിക്കുന്നത് കൊണ്ട് അവർക്കാണ് ഗുണം. നമ്മുടെ നിസ്വനായ സഹോദരന് അത് ഉതകുന്നില്ലെങ്കിൽ നാം എടുക്കുന്ന നോമ്പ് കൊണ്ട് എന്ത് പ്രയോജനം? ചോറ് വയ്ക്കാൻ എടുക്കുന്ന അരിയിൽ നിന്ന് പിടിയരി മാറ്റിവെച്ച് പള്ളിയിൽ കൊടുക്കുന്ന അമ്മച്ചിമാരുണ്ടായിരുന്ന സഭയാണ് നമ്മുടെ. കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ നല്ല ശീലങ്ങൾ തിരിച്ചു പിടിക്കാനുള്ള ഒരവസരമായി ഈ നോമ്പിനെ നമുക്ക് മാറ്റിയെടുക്കാം. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യാത്ത സമ്പാദ്യങ്ങൾ സ്വർഗത്തിൽ ഉണ്ടാക്കുവാനുള്ള ഒരു നല്ല നോമ്പുകാലമായി ഇത് മാറുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, അനുതാപ ഹൃദയത്തോടെ കർത്താവെ, പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യാത്ത നല്ല നിക്ഷേപം സമ്പാദിക്കുന്ന ഒരു നോമ്പുകാലം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമേ, ക്രിസ്തു എന്ന തലയോളം വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. ക്രിസ്തുവിനെ അനുകരിക്കുന്നവരായി തീരുവാൻ ഞങ്ങളുടെ നിത്യജീവിതത്തിലെ കൊച്ചു കൊച്ചു കാര്യങ്ങളെ ക്രിസ്തുവിനെ പകർത്തുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണം.